ഫ്രണ്ട്സ്. ഇത് തിളയ്ക്കണം, നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഞാൻ ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് മാഗിയുടെയാണ് ഇട്ട് കൊടുത്തിരുന്നത്. അതൊരു 2 കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നിയത് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചിക്കൻ്റെ സ്റ്റോക്ക് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതുകൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ മുട്ട നല്ലതായിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ആ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു വലുപ്പത്തിൽ മുട്ടയുടെ പീസ് ഇടാൻ ശ്രദ്ധിക്കണേ, അപ്പോൾ നമുക്കൊരു ചിക്കൻ കറിയുടെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഞാൻ അടച്ച് വെച്ച് വേവിച്ചാണ്, ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തെ ഇതാണ് കാഴ്ചയാണ്. എന്ത് രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിനി നമ്മൾ പെതിയെ വേണം ഇളക്കാൻ. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അടച്ച് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഒരു 10 മിനിറ്റ് വേവിക്കുമ്പോഴാണ് മുട്ട ഇങ്ങനെ പൊങ്ങി വരുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു അരമുറി തേങ്ങ, തലപ്പാലാണ്, വെള്ളമൊന്നും അധികം ചേർക്കാതെ എടുത്ത പാലാണ്, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എൻ്റെ സാറേ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ഇളക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കാൻ. കാര്യം ഈ മുട്ടയുടെ പീസ് ഒന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. അതിങ്ങനെ പെതിയെ നമ്മൾ ഇളക്കി കൊടുക്കുക. കാര്യം തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഈ ചട്ടിയിലായതുകൊണ്ട് തന്നെ നല്ല ചൂട് കാണും. ആ ഒരു ചൂടിൽ അതിൻ്റെ എല്ലാം സെറ്റ് ആയിക്കോളും കേട്ടോ.
ഇനി ലാസ്റ്റിൽ ഞാൻ കുറച്ച് കസൂരി മെത്തിയും കൂടെ ഒന്ന് പൊടിച്ചിടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. വളരെയധികം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ചപ്പാത്തി, ഇടിയപ്പം, പൊറോട്ട, പിന്നെ നമ്മളുടെ ബസ്മതി റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇതിപ്പോൾ ഞാൻ കസൂരി മെത്തി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. മുട്ടക്കൻ എന്നാണ് നമ്മളിതിന് പേരിട്ടിരിക്കുന്നത്. നമുക്ക് ചെറിയ നാരങ്ങ നീര് ഒഴിച്ച് ഇത് സെർവ് ചെയ്യാം. എല്ലാത്തിൻ്റെ കൂടെയും വളരെയധികം ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്താൽ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റു നല്ലൊരു കിഡിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.